എവിടെയായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലേ നിനക്ക്? ഇന്നലെ സുരേഷ് 3-4 വാഴക്കന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അവനെവിടെ? ഇപ്പൊ വരും. അങ്ങാടി വരെ പോയതാ വെളിച്ചെണ്ണ മേടിക്കാൻ. ഇപ്പൊ നിന്നെ കണ്ട കുറെ കാലമായിട്ട് ഈ വീടും പറമ്പും നോക്കി നടത്തുന്ന ആളെ പോലെയുണ്ട്. ശരിക്കൊരു വീട്ടമ്മ. സുരേഷ് ഒരു പാവാ. വീട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു പിടിയില്ല. എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ ഒക്കെ അവതാളത്തിലാ. ആ പ്രഭേട്ടൻ കേറിയിരിക്കെ. സുരേഷുമായിട്ടുള്ള വിവാഹം നന്നായി ഇപ്പൊ തോന്നണില്ലേ? പറിച്ചു മാറ്റുന്ന ആദ്യത്തെ 1-2 ദിവസമേ ഏത് ചെടിക്കും ഒരു വാട്ടം ഉണ്ടാവും. പിന്നെ അതിന് പുതിയ മണ്ണാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് വരുമ്പോ ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ചെറിയമ്മ വഴക്കൂടിയൻ ആ കുട്ടി എന്ത് പഴിച്ചു. മാത്രമല്ല ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതേ എല്ലാരോടും ക്ഷമിക്കണമെന്ന് തന്നെയാ. ആ കുട്ടിക്ക് പ്രഭേട്ടനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. എന്ത്? ആ കുട്ടിയുടെ മനസ്സില് പ്രഭേട്ടനോട് ഇഷ്ടമുണ്ട്. അവള് നിന്നോട് അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചോ? തുറന്നങ്ങടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉള്ളിലൊരുട്ടം വെച്ചോണ്ട് വർത്താനം പറയണ മനസ്സിലാക്കാണ്ടിരിക്കാൻ ഞാൻ പ്രഭേട്ടനെ പോലെ അത്ര പൊട്ടിയൊന്നും അല്ലല്ലോ. ഇതാരാണപ്പ നമ്മുടെ കുടിയിലേക്ക്? എപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ. ഞാൻ ചായ എടുക്കാം. അവള് വന്നപ്പോഴാ ഈ വീടിനൊരു തെളിച്ചായത്. പ്രഭേട്ടന് കിട്ടേണ്ട ലോട്ടറി ആയിരുന്നു. പക്ഷെ നറുക്ക് എനിക്കായിപ്പോയി അല്ലേ? എനിക്ക് പ്രഭേട്ടനെ പോലെ ഒരാളാവാൻ പറ്റില്ല. എങ്കിലും ഒരു നല്ല ഭർത്താവാകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ അവൾ എന്നോടെല്ലാം പറഞ്ഞത്. അവളെ എനിക്ക് ശരിക്കും ഇഷ്ടമായത് അപ്പോഴാ. ഞാൻ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാ. നിന്റെ പ്രസ് എങ്ങനെയുണ്ട്? ആദ്യത്തേലും ഉഷാറാ. ഒരു മിനി ഓഫ്സെറ്റ് കൂടെ അടുത്ത ആഴ്ച വരും. ബാങ്ക് ലോണാ. അപ്പൊ നിന്നുപോയ നമ്മുടെ പഴയ പത്രം വീണ്ടും തുടങ്ങാല്ലേ? തുടങ്ങണം. പണ്ടത്തെ പോലെ ആഴ്ചയിൽ 1 മതി. അംഗത്തിനിറങ്ങാൻ തീരുമാനിച്ചു അല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് മാഷ അകത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെ പൊരുതാണ്ടിരിക്കുക? പേര്? ആ പഴയ പേര് തന്നെ, സമസ്ത കേരളം PO. 12ാം വാർഡ് സംവരണ സീറ്റാ. അവിടുത്തെ മെമ്പർ രാധാമണി പണ്ട് മുതൽ എന്റെ ഒരു സിൽബന്തി എന്ന് വെച്ച് പഞ്ചായത്തിനോട് ടാർ ചെയ്ത വകയിൽ എനിക്ക് കിട്ടാനുള്ള കിട്ടിയില്ല പ്രസിഡന്റ് മീറ്റിംഗിൽ വിളിച്ചു പറയാൻ പാടുണ്ടോ? അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ ചെത്തുകാരൻ കുട്ടപ്പനെ കെട്ടിക്കോന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞതല്ലേ? ആ ഓർമ്മ അവർക്ക് കാണും. അതൊക്കെ പറയണോ? അന്ന മകൾക്ക് കൊച്ചു കൊള്ളം. ചിരിച്ചോ പൊട്ടന്മാര് തൃശ്ശൂർ പൂരം കണ്ടോലെ ചിരിച്ചോണ്ടിരുന്നോ? ഈ ചിരിയൊക്കെ പെട്ടെന്ന് കരച്ചിലാവും. കാര്യം എന്താന്ന് പറയണ ചാണ്ടി? സമസ്ത കേരളം PO കണ്ണട എടുത്തില്ല. പ്രസിഡന്റ് ആവറാൻ 1 കോടി രൂപ തട്ടി. ഇതപ്പോ ഞാൻ പറഞ്ഞുതരാം. മേനോൻ സാറിന് മാലതി സിറ്റി പണിയാൻ കോൾപ്പാടം സ്വകാര്യ പറമ്പാണെന്ന് പഞ്ചായത്തിൽ നിന്ന് കള്ളരേഖ ഉണ്ടാക്കി ഇളയപ്പൻ 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന പത്രത്തില്. എന്റെ കർത്താവേ, കരാറിന്റെ പൂർണ്ണ രൂപവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഈ കരാറകൻ അവനെ കിട്ടി? അത് മുത്തപ്പനോട് തന്നെ ചോദിച്ചാൽ മതി. കള്ളനോട്ട് കേസിൽ കുടിക്കേണ്ട കണക്ക് അവൻ ഈ രീതിയിലാണ് തീർക്കാൻ നോക്കുന്നതെങ്കിൽ അവൻ നമ്മളെ കൊണ്ടേ പോവും. ചാണ്ടി, ഇതറിഞ്ഞ പ്രതിപക്ഷം അലമ്പാക്കും. പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിഴുങ്ങിയെന്ന് കേൾക്കേണ്ട താമസം അപ്പോ വരും അവിശ്വാസ പ്രമേയം വോട്ടെടുക്കും. പ്രിയപ്പെട്ട മെമ്പർമാരെ, ശ്രീ PK പ്രഭാകരൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്മേൽ നടന്ന വോട്ടെടുപ്പിൽ ബഹുമാനപ്പെട്ട കുരിശുപള്ളിക്കൽ അവറാൻ നയിക്കുന്ന ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ്. കാശ് വാങ്ങിയവരൊക്കെ കാലുമാറിയല്ലേ? ഇളയപ്പന് വേണ്ടി ജയ് വിളിച്ചവരും ജവിളി പൊക്കി കാണിച്ചവരും ഒക്കെ അപ്പുറത്തേക്ക് ചാടി. വളരെ സംശുദ്ധമായ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തോന്നൂർക്കര പഞ്ചായത്ത് നീങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മിസ്റ്റർ അവറാച്ചന് യാതൊരുവിധ ധാർമ്മികമായ അവകാശവുമില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ സ്ഥാനമൊഴിയാൻ ഈ യോഗം ആവശ്യപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പടിയിറങ്ങൂ, പടിയിറങ്ങൂ, അഴിമതി വീര പടിയിറങ്ങൂ, വെച്ച് പടിയിറങ്ങൂ. ദേവി നിർത്തൂ. എന്റെ പാർട്ടിക്കാര് തന്നെ എന്നെ പുറകിൽ നിന്ന് കുത്തി. കുഴപ്പമില്ല, ഞാൻ രാജിവെച്ചോളാം. പക്ഷെ ഒന്നോർത്തോ, ഈ തോന്നൂർക്കരയിൽ ഞാൻ നടത്തിയ വികസനം നിങ്ങളിൽ പലരുടെയും പോക്കറ്റ് വീർപ്പിച്ചിട്ടുണ്ട്. അത് മറക്കണ്ട. തിന്ന ചോറിന് നന്ദിയില്ലാതെ ഇപ്പൊ എന്റെ നേർക്ക് കൂന്ന് കൂവുന്ന ഈ കൂമന്മാരൊക്കെ
എന്റെ വീടിന്റെ ഉമ്മർത്ത് വന്ന് നിന്ന് വല്ലതും താന്ന് കരയും. ചെവിക്ക് തുള്ളിക്കോ. അടുത്ത തവണ ഞാൻ മെമ്പറാവുന്നു മാത്രമല്ല പ്രസിഡന്റും ആവും. അതിനെന്ത് വേണമെന്ന് ഈ അവറാച്ചൻ നന്നായിട്ടറിയാം. അധികാരത്തിൽ തിരിച്ചു വരും അക്കുലജീവി അവറാച്ചൻ. ഇതൊക്കെ ടി വിയിൽ ഇന്ന് തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. അവറാച്ചോയ്, ജയിലിൽ കിടക്കുന്ന ഗംഗാരമാഷ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളാ ആധാരം എഴുതുന്ന രമേശൻ. കരാറിന്റെ കോപ്പിയുടെ രൂപത്തില് അവനൊരു ഗുരുദക്ഷിണ കൊടുത്തു മാഷക്ക്. അത് ഇത്ര ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് അവൻ പോലും വിചാരിച്ചു കാണില്ല. എടാ പ്രഭാര, ഓ, ഇപ്പൊ എന്റെ കവിള് കുത്തി കീറിയെന്ന്. എന്റെ പ്രഭേ, നീ ആ രഞ്ജിനിയുടെ പിന്നാലെ ചുറ്റണതും കറങ്ങണതും നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നിനക്ക് നാണമല്ലേ പ്രഭേ? മീശ മുളയ്ക്കാത്ത പിള്ളേരെ പോലെ ആ പെണ്ണിന്റെ പിന്നാലെ ആടിയും പാടിയും നടക്കാൻ. ഇഷ്ടമാണെങ്കിൽ നേരെ വിളിച്ചോണ്ട് പോരെ, ഞാൻ നടത്തി തരും കല്യാണം. എന്താ അതുപോരെ? ആഹാ, ആരായി വന്നിരിക്കുന്നേ? എനിക്ക് അത്യാവശ്യമായി പ്രഭേട്ടനോട് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ പ്രഭേട്ടൻ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അമ്മായി സോറി കേട്ടോ. പ്രഭേട്ടനൊന്ന് വന്നേ. അമ്മയ്ക്ക് എന്ത് തോന്നിക്കാണും? അമ്മായിക്ക് ഒന്നും തോന്നിക്കാണില്ല. അതിനുള്ള ഒരു സൂചന ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്താ ഇത്? തുറന്നു നോക്ക്. ഈ താലി എന്റെ കഴുത്തിൽ കെട്ടാനുള്ളതാ. ഇതെടുക്കുക എന്നുള്ളത് ശരിക്കും ചെറുക്കന്റെ അവകാശമാണ്. സോറി, ഇത് പെൺകുട്ടികളുടെ ഡ്യൂട്ടി അല്ലാന്നറിയാം. പക്ഷെ എപ്പോഴാ വേണ്ടി വരാന്നറിയാത്തതുകൊണ്ട് മുമ്പേ ഞാൻ കരുതി വെച്ചിരുന്നതാ. എന്തായാലും തൽക്കാലം അമ്മ അറിയണ്ട. ഓക്കെ, എന്നാ ഇപ്പൊ എന്റെ കൂടെ ഒരിടം വരെ വരണം. എന്തേ പോണ്ടേ? വേണ്ട, ആളിങ്ങോട്ട് വരും. ഹായ് ക്രിസ്റ്റി. പ്രഭേട്ട, ഇതാണ് ക്രിസ്റ്റി. ഈ തെമ്മാടിയെ കൊണ്ട് കെട്ടിക്കാനാ കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ആ താലിയും കൊണ്ട് നടക്കുന്നത്. മുംബൈയിൽ വെച്ചുള്ള ബന്ധുവാ ഞാനും ക്രിസ്റ്റിയുമായിട്ട്. രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. അച്ഛൻ അറിഞ്ഞിട്ടില്ല. പതിയെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതിയിരിക്കുമ്പോഴാ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് കടമായി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. പിന്നെ നാട്ടിലേക്ക് പോരുന്ന തിരക്കായി. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ പ്രഭേട്ടനോട് പോലും പറയാതിരുന്നത്. അത് നന്നായി. വെറുതെ ഒന്ന് അമ്പരക്കാൻ പറ്റിയല്ലോ. എന്റെ അച്ഛനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇതും പറയാനായി 1-2 തവണ ശ്രമിച്ചതാ. പക്ഷെ എന്തോ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രഭേട്ടൻ തന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കണം. ഞാനോ? ഞാനെങ്ങനെ? നേരിട്ട് വേണമെന്നില്ല, മറ്റെന്തെങ്കിലും രീതിയില് പ്ലീസ്. പിന്നെ ക്രിസ്റ്റിക്ക് താമസിക്കാൻ പറ്റിയ ഹോട്ടലുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് കുറച്ചു ദിവസം പ്രഭേട്ടൻ ക്രിസ്റ്റിയെ കൂടെ താമസിപ്പിക്കുകയും വേണം. എന്താ പ്രഭേട്ട? ഏയ്, ഒന്നുമില്ല. രൂപ. ശരി, ഇതാണെന്റെ വീട്. ഇവിടെയാണോ താമസിക്കേണ്ടത്? നാട്ടുംപുറമല്ലേ, ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, വരൂ. അമ്മേ, ഇത് ക്രിസ്റ്റി ബോംബെന്ന് വരിക. നമ്മുടെ രഞ്ജിനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. നമ്മുടെ രഞ്ജിനി തന്നെ ഇയാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രഞ്ജിനി എന്നെയും കൊണ്ടുപോയത്. ഇനി കുറച്ചു നാള് നമ്മളോടൊപ്പം ഉണ്ടാവും. വരും. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല മുറിയാ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. ഇവിടെയൊക്കെ ഒരു നാടൻ മട്ട. അത് ബോട്ട് ഇറങ്ങിയപ്പോഴേ മനസ്സിലായി. ശരി, റെസ്റ്റ് എടുത്തോളൂ. ഹേയ് മാൻ, പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്താ വേണ്ടത്? 1 പാക്കറ്റ് സിഗരറ്റ്.
ഗോൾഡ് കിങ്സ് വേണം. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഒരു പാക്കറ്റ് സിഗരറ്റ് വേണമെന്ന്. അല്ല, വലിക്കാൻ പാടില്ലെന്ന് കോടതി. താനെന്താ എന്നെ ഉപദേശിക്കണോ? ബ്രിങ് ഇറ്റ് മാൻ. ഗോ ഗോ. അവര് ബോംബെയിൽ വെച്ചുള്ള ബന്ധമാ. രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. പിന്നെന്തിനാ നിന്റെ പിന്നാലെ അവള് തേരാപര നടന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനോ? അതിന് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് രഞ്ജിനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മയും മറ്റുള്ളവരും കൂടി വെറുതെ ചിന്തിച്ചുണ്ടാക്കിയതല്ലേ. അവൾക്ക് അവനെയാണ് ഇഷ്ടം. ഇഷ്ടപ്പെടുന്നവരല്ലേ അമ്മ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അപ്പൊ നിന്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല? ഉവ്വ്, കുറച്ചു കാലത്തേക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ഒരു മതിഭ്രമം. അമ്മയെ അത്രയും വിചാരിച്ചാ മതി. ഇനി അതിനെപ്പറ്റി സംസാരിച്ച് വലുതാക്കണ്ട. പ്രഭേ, മധുരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്കും, കഴിക്കണതും ചവർക്കണതും നിനക്കും. എന്നാടാ നീ ആ സ്വഭാവം മാറ്റാൻ പോണത്? ആശിക്കണത് കിട്ടില്ല. കിട്ടിയതിൽ സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം തരണത് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എന്നാ എന്നേക്കുമായി കൈ കിട്ടുന്നതോ പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ഇത്തിരി പോകുന്ന ജീവിതം ഇത്രയല്ലേ ഉള്ളൂ അമ്മേ. അല്ലേലും ആ നായരുടെ മോള് അവള് വിത്തുകൂടം കാണിക്കാതിരിക്കുവോ? പ്രഭേട്ടൻ എന്തിനാ അയാളെ കൂടെ താമസിപ്പിക്കാണ് സമ്മതിച്ചത്? അതെ, കഴുത്തിന് പിടിച്ച് പുറത്താക്കുക വേണ്ടത്. നമ്മളോട് ഒരാളൊരു കാര്യം ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? അതും അവൾക്ക് ഈ നാട്ടിൽ വേറെ ആരാ ഉള്ളത്? എന്നാലൊരു കാര്യം ചെയ്യും, ആ കല്യാണം കൂടി നടത്തി കൊടുക്ക്. മോഹിച്ചത് മനക്കോട്ട കെട്ടിയതൊക്കെ സത്യത്തിൽ ഞാനല്ലടാ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സൂചന ഞാൻ തന്നിട്ടുണ്ടോന്ന് അവള് ചോദിച്ചാ നമ്മളെന്ത് പറയും? കരണക്കുറ്റി നോക്കി 2 അങ്ങ് പൊട്ടിക്കണം, അതാ വേണ്ടത്. അല്ല പുല്ല്. ശരി ശരി, ഇനി അതും ഇതും പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട. ഇനി പ്രധാനം നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളാ. പഴയ വോട്ടർ പട്ടിക വെച്ച് തന്നെ ഇലക്ഷൻ നടത്താൻ നമ്മുടെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചു കഴിഞ്ഞു. അതെപ്പോ? പിന്നെ നീ എന്താ വിചാരിച്ചത് ഞാനിവിടെ യുഗ്മഗാനം പാടി തേരാപ്പര നടക്കുന്ന? ഇനി വരുന്ന ഇലക്ഷനാണ് നമുക്ക് പ്രധാനം. അതുവരെ മറ്റൊന്നുമില്ല മക്കളെ. വേഗം പറ. എന്താ ഇപ്പൊ എന്നോട് സംസാരിക്കാനും സമയമില്ലാതായോ നിനക്ക്? അച്ഛനപ്പുറത്തുണ്ട്, അതുകൊണ്ടാ. എന്തായി തീരുമാനം? കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. നോ, ഒരാഴ്ചയായി ഞാൻ വന്നിട്ട്. ഇനിയും ബെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നലെ അവിടെ വന്നപ്പോ ഞാൻ എല്ലാം സംസാരിച്ചതല്ലേ ക്രിസ്റ്റിയോട്. പിന്നെന്താ ഇന്നിങ്ങനെ? ഇപ്പോഴോ? നല്ല കാര്യായി. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന എന്തിനാന്ന് ഇപ്പോഴേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റി ഇപ്പൊ ഫോൺ കട്ട് ചെയ്യും. ഞാൻ നാളെ വരാൻ പറ്റുമോ നോക്കാം. ഹലോ ഹലോ. Bloody bitch. Get lost. എന്താ മോനെ, എന്ത് പറ്റി? Why do you come here? Go. Leave me alone. Go. എന്തു പറ്റി? എന്ത് പുണ്യം കിട്ടാനാ പ്രഭേ നീ അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നേ? എന്താ ഉണ്ടായത്? രാവിലെ ശബ്ദം കേട്ടിയ മുറിയിലേക്ക് ചെന്നപ്പോ എന്റെ നേരെ ഒരു ചാട്ടം. ശരിക്കും ഒരു ഭ്രാന്തന്റെ മാതിരി. ഞാൻ ആകെ പേടിച്ചുപോയി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അയാള് ചോദിച്ചോളും. അമ്മയായിട്ട് അങ്ങോട്ട് പോകുന്നു വേണ്ട. എന്താ? അല്ല, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന്. ഞാൻ താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണെന്നത് ശരി, പക്ഷേ എനിക്കിവിടെ എന്റേതായ ഒരു പ്രൈവസി വേണം. അല്ല, ഞാൻ ക്രിസ്റ്റിയെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ തള്ളിയോടും. സോ പെർമിഷൻ ഇല്ലാതെ ഈ റൂമിൽ വരരുത്. കൂടുതൽ സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയും ഒന്നും വേണ്ട. ഡു ഗെറ്റ് മീ? സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്കിൽ പ്ലീസ്. സമർത്ഥനായ ഒരു കുറ്റാന്വേഷകന്റെ പ്രാവീണ്യത്തോടെ ദുഷ്ടനായ കുരിശുപള്ളിക്കൽ അവറാച്ചന്റെ കോടികളുടെ അഴിമതിയെ മറനീക്കി കാണിച്ച ഓനൂർക്കരയുടെ പൊന്നോമനപുത്രൻ PK പ്രഭാകരനെ ചർക്കടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, 8ാം വാർഡിൽ ഞാൻ തന്നെ ജയിക്കും, അത് ഉറപ്പാ. സമ്മതിച്ചു. പക്ഷെ പ്രസിഡന്റിന് പകരം വെറും 7ാം കൂലി മെമ്പറായി ചൊറിയും കുത്തിയിരിക്കാം. ഇക്കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് ഉറപ്പാ.